ഒരു ദിവസം ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിലേക്ക് നടന്നു വരുമായിരുന്നു. അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ ഇല്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും ഒരു ആൽമരമുണ്ട്, ഒരു ബസ് സ്റ്റോപ്പാണത്. അപ്പോൾ ആകെ ടയേർഡായി, ആകെ എൻ്റെ ഒരു സ്ട്രെസ് ഫീലിംഗ് കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണത്. അപ്പോൾ ഞാൻ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് എൻ്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ സമയത്ത് ചുമ്മാ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഫസ്റ്റിൽ തന്നെ ഒരു സജഷൻ വന്നു. അപ്പോൾ അതിലിങ്ങനെ എൻ്റെ ജീവിതം മാറ്റി മറിച്ചൊരു മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ തംബ്നെയിൽസൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് നോക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ ഞാനത് എടുത്തു. അപ്പോൾ ഫസ്റ്റ് തുടക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. അത് കുറച്ച് സമയം ഉണ്ട് ആ വീഡിയോ. ഞാൻ ആ വീഡിയോയുടെ ഇതോടെ കൊടുത്തു. ആ വീഡിയോ ഫുള്ള് കണ്ട് തീർത്തപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നി. അതായത് കൂടുതലായിട്ടും ആ വീഡിയോയിൽ ഒരു മോർണിംഗ് റുട്ടീനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും ഇതെൻ്റെ ലൈഫിൽ ഇത്രയ്ക്കും മാറ്റം കൊണ്ടുവരുന്ന ഒരു സംഭവമാണെന്ന് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര പേരെ ആയില്ലേ, അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നെക്സ്റ്റ് ടൈം മുതൽ ഞാനിത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീലാണോ എന്നുള്ള അറിയില്ല, നമുക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സെറ്റ്, നമുക്ക് എന്തായാലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറയാം, ഈ ഒരു 2-3 മന്ത്സൊക്കെ ഞാനിത് കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ആ ഒരു മോർണിംഗ് റൂട്ടീനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ദ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ. നമുക്കൊരു പവർഫുൾ മോർണിംഗ് റൂട്ടീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേയൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ശരിക്കും നമ്മൾ മോർണിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആ ഡേ മൊത്തം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ബുക്കിൽ നിന്നാണ് ശരിക്കും ഒറിജിനേറ്റ് ആയിട്ടുള്ളത്. ഹാൽ എൽറോൾ എന്ന ഓതർ എഴുതിയ മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന ബുക്ക്. ശരിക്കും അതൊരു സിമ്പിൾ കോൺസെപ്റ്റാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും, എല്ലാവരും ചെയ്യണമായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ റൂട്ടീനെ സേവേഴ്സ് എന്ന് പറയാം. SAVERS. S ഫോർ സൈലൻറ്റ് ടൈം, A ഫോർ അഫർമേഷൻസ്, V ഫോർ വിഷ്വലൈസേഷൻ, E ഫോർ എക്സസൈസ്, R ഫോർ റീഡിങ് ആൻഡ് S ഫോർ സ്ക്രൈബിങ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യാനായിട്ട് കുറേ സമയം വേണം, ഞാനൊരു വർക്കിംഗ് വുമണാണ്, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുണ്ട്, കോളേജിലേക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ എനിക്കതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു 6 കാര്യത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ 6 കാര്യം എന്ന് പറയുന്നത് നമുക്ക് 6 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഓരോ ഇതിനും നമുക്ക് ആ ഒരു ടൈം വേണമെങ്കിൽ കൊടുക്കാം. ഇത്ര സമയം ഇന്ന കാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. 1 മിനിറ്റ് വെച്ചിട്ട് ഓരോ കാര്യം ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 മിനിറ്റിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിനും കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ സൈലൻറ്റ് ടൈമിന് ഇപ്പോൾ ഇത്ര മിനിറ്റ്, അല്ലെങ്കിൽ അഫർമേഷൻസിന് ഇത്ര മിനിറ്റ്, അങ്ങനെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യം അത് കൂടുതൽ സമയം ചെയ്യാം. സമയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 60 മിനിറ്റ് വരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സൈലൻറ്റ്. നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് കൂടുതൽ ലോഡൊന്നും കൊടുക്കാതെ, നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാതെ ആ മൈൻഡിന് കുറച്ച് നേരം ഒന്ന് സമാധാനം കൊടുക്കുക. അതായത് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ ചുമ്മാ വെറുതെ കുറച്ച് നേരം വെറുതെ ഇരിക്കാം, അതായത് സൈലൻ്റായിട്ട് വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ പ്രയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ റിലീജിയനിലും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു സമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്ന് ഞാൻ എനിക്കായിട്ടുള്ള ഒരു ടൈം കൊടുക്കും. ഞാനത് ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് അഫർമേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾസ്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒന്നുകിൽ എഴുതി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഞാൻ എഴുതി വയ്ക്കുക ചെയ്യണേ. അതായത് ചുമ്മാ ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ്, സ്മാർട്ട് ആൻഡ് സക്സസ്ഫുൾ, ഐ എം സ്ട്രോങ്, മൈ മൈൻഡ് ഈസ് കാം, ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയാം. ഞാനിതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു 2 പേപ്പറിലായിട്ട് കുറേ കാര്യങ്ങൾ. അതായത് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ എങ്ങനെയാണോ ഞാൻ എന്നെ കാണുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മിററിൻ്റെ മുമ്പിൽ നോക്കിയിട്ട് നമ്മൾ പറയാം. നിർബന്ധമൊന്നുമില്ല മിററിൻ്റെ മുമ്പിൽ നോക്കിയിട്ട് പറയണം എന്നുള്ളത്. ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്തു എന്നുള്ളത് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനത് മിററിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയണേ. അപ്പോൾ അത് കഴിയുമ്പോണ്ടല്ലോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതിനൊരു 1-2 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. ഈ ഒരു അഫർമേഷൻസിന് അത്രയും സമയം വേണ്ടി വരാറുള്ളൂ. നമുക്കറിയാലോ ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക നിൽക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക്
ഒന്നും ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, അങ്ങനെയൊക്കെ നമ്മൾ എഗെയിൻ നമ്മുടെ മൈൻഡിനോട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നുമില്ല എന്ന്. അപ്പോൾ നമ്മുടെ മൈൻഡ് അതായിട്ട് സെറ്റാവും, നമുക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ സെറ്റാവും. അതിന് പകരം നമ്മളെപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുകയാണ്, നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. അപ്പോൾ ഒരു വിഷൻ ബോർഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. എനിക്കൊരു വിഷൻ ബോർഡ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആ വിഷൻ ബോർഡ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഗോൾസ്, നമ്മുടെ പ്ലാൻസ്, നമ്മുടെ ഡ്രീംസ് ജസ്റ്റ് കണ്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതാണ് ആ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ വിഷൻ ബോർഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമുക്കൊരു കാറ് വേണം, അപ്പോൾ നമ്മൾ കാറിൽ പോണ പോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യം നമ്മളത് നേടിയെടുത്ത പോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇതിന് മാക്സിമം 1 മിനിറ്റോ 2 മിനിറ്റോ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ആ ഒരു ഡേയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആ ഡേയിൽ ഫിനിഷ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടാസ്കിൻ്റെ ഔട്ട്കം ഇല്ലേ എന്തായിരിക്കും, അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകണം. നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടും, അത് ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റും. അങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അപ്പോൾ പലർക്കും എക്സസൈസ് ചെയ്യാൻ മടിയുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, പിന്നെ ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ആ 1 മിനിറ്റ് എന്തെങ്കിലും വല്ല സ്ട്രെച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജമ്പിങ്ങോ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് എന്തെങ്കിലും ചെയ്യുക, എന്താണെങ്കിലും ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക എന്നാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഓൺലൈൻ വർക്കൗട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ടൈം കിട്ടുകയാണെങ്കിൽ മോർണിംഗ് ജോയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഈവനിങ് ആണ് ജോയിൻ ചെയ്യണ ദിവസമാണെങ്കിൽ മോർണിംഗ് ജസ്റ്റ് കുറച്ച് സ്ട്രെച്ചസും അല്ലെങ്കിൽ സൂര്യ നമസ്കാരവും എന്തെങ്കിലും ഒന്ന് ചെയ്യും. ശരിക്കും അത് നമ്മുടെ ബോഡിയിൽ ഒരു എനർജി കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാർ. മോർണിംഗ് വാക്ക് നമ്മളെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണെങ്കിൽ അത് ചെയ്താൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ബുക്ക് വായിക്കുക എന്നല്ല ഹാലൽ റോഡ് ആ ബുക്കിൽ പറയണേ. നമുക്ക് സെൽഫ് കെയർ ബുക്സ്, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഒരു ബുക്ക് റീഡിങ്, അതാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വായനാശൈലിയുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് എളുപ്പമായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എന്നെപ്പോലുള്ള, അതായത് അധികം വായിക്കാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഞാൻ ഈ സ്റ്റെപ്പ് ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു, എന്ത് വായിക്കണം എന്നുള്ളത് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ പറയണ എന്തെങ്കിലും ബ്ലോഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുക ചെയ്യാറ്. പിന്നെ അത് ബുക്കിലേക്ക് മാറ്റി തുടങ്ങി. അപ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ബുക്ക് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം ജസ്റ്റ് തുടങ്ങാനായിട്ട് കഴിഞ്ഞാൽ ഒരു പേജോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ വെച്ച് തുടങ്ങാം. പിന്നെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന കാര്യങ്ങളില്ലേ, അതായത് ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാൻ തോന്നുന്ന കാര്യങ്ങളില്ലേ, അപ്പോൾ അതൊന്ന് ചുമ്മാ എഴുതി വെക്കണത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രൈബിംഗ് ആണ്. സ്ക്രൈബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ജേർണലിംഗ് തന്നെയാണ്, റൈറ്റിംഗ് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും എഴുതുക, അതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജേർണലിങ്ങിനെ പറ്റി ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു. നമ്മുടെ ഇമോഷൻസ് നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ ശരിക്കും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ സംതിങ് ഇറ്റ് ഹെൽപ്സ്. നമുക്ക് ആ എഴുതി വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇമോഷൻസ് ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ഡൂ പോലെ ചെയ്യാം. അതൊരു ബെസ്റ്റ് വേ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാമായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ ആരും ശല്യപ്പെടുത്താതെ ഇരുന്ന് ഇങ്ങനെ എഴുതണം എന്നാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സസൈസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ആ സമയത്ത് ഹെവി ടാക്സ് ഒന്നും എടുക്കില്ല, നമ്മളൊന്ന് കാമാവാൻ വേണ്ടിയിരിക്കണ ഒരു സമയമുണ്ട്, ഒരു 5 to 10 മിനിറ്റ്സ്. ആ സമയത്താണ് ഞാൻ റീഡിംഗ് ആണെങ്കിലും ഈ ജേർണലിലാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണത്. സോ മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ഒരു 6 സ്റ്റെപ്പാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് ടൈം ഓർ സൈലൻസ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, പ്രയറോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. അതൊന്നെങ്കിൽ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് മിററിൽ നോക്കിയിട്ട് നമുക്ക് നമ്മളോട് എന്തൊക്കെയാണോ പറയാനുള്ളത് അതാണ് പറയേണ്ടത്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ നമ്മുടെ ഡ്രീംസ്, നമ്മുടെ പ്ലാൻസ് നമ്മളെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. വിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ വിഷൻ ബോർഡിൽ നോക്കി കുറച്ച് നേരം വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ സ്ട്രെച്ചസ് വർക്കൗട്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ ഫ്ലഡ്ജ് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്.
നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് തരണം എന്തെങ്കിലും ഒരു കാര്യം വായിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് സ്ക്രൈബിങ്, അതായത് ജേർണലിംഗ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തുവാണെങ്കിലും എഴുതാം. നിങ്ങളുടെ ഇമോഷൻസ്, തോട്ട്സ്, ടു ഡു എന്തുവാണെങ്കിലും. എനിക്ക് ഈ റൂട്ടീൻ ചെയ്തതിന് ശേഷം നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയ പോലെയും അതുപോലെ തന്നെ കുറേ എനർജി കിട്ടിയ പോലെയും സ്ട്രെസ്സ് കുറഞ്ഞു, ഓവർ തിങ്കിങ് കുറഞ്ഞു, പിന്നെ എന്താ പറയുക, ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടി. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റുട്ടീനാണിത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ ചെയ്യാം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത പോലെ 6 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്കൊന്നും ഓക്കെ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ മോർണിംഗ് റുട്ടീൻ ഒന്ന് ചെയ്ത് നോക്ക്. അത് ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുക, 2 ദിവസം ചെയ്യുക, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ലൈഫിനെ അത് ശരിക്കും പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.